നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഷവർമയുടെ ചരിത്രം തേടിയുള്ള ഒരു യാത്രയാണിന്ന്. ഒരു കൊച്ചു കമ്പിയിൽ കുത്തി നിർത്തി മാരിനേറ്റ് ചെയ്ത ബോൺലെസ് ആയ മാംസത്തെ നല്ലപോലെ മുരിഞ്ഞു കഴിയുമ്പോഴത്തേന് നല്ലപോലെ അരിഞ്ഞിട്ട് ശേഷം അതിനെ വെജിറ്റബിളുമായി കുത്തിഞ്ഞുറുക്കി ചേർത്തിട്ട് കുബൂസിലോ റൊട്ടിയിലോ വെച്ച് ഫ്രഞ്ച് ഫ്രൈസും മയണൈസും ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് നല്ലപോലെ ഉരുട്ടി ഗ്രില്ല് തരുന്ന നമ്മുടെ സ്വന്തം ഷവർമയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ കഥയിലെ നായകന്റെ ജനനം 19-ാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിലാണ്. അതായത് ഇന്നത്തെ തുർക്കിയിൽ. അന്ന് അതിനെ ഡോണർ കബാബ് എന്നറിയപ്പെടുന്നത്. തുർക്കിക്കാര് ടർക്കിയെയും മട്ടനെയും കമ്പി കുത്തനെ നിർത്തി ഗ്രില്ല് ചെയ്ത് അവരുടെ ബ്രെഡിനോട് കഴിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ആഹാരം പല രാജ്യങ്ങളിലോട്ടും പറിച്ചു നടപ്പെട്ടു. അതിനനുസരിച്ച് അതിന്റെ രൂപത്തിലും ഭാവത്തിലും രുചിയിലും മാറ്റങ്ങൾ വന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇതിന്റെ രൂപത്തിലും ഭാവത്തിലും രുചിക്കും വിപ്ലവകരമായ മാറ്റം വന്നു. അങ്ങനെ പിന്നീട് വീണ്ടും ഇത് പ്രശസ്തമായി. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇതിന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അങ്ങനെ ഇന്നത്തെ ന്യൂജൻ ഷവർമകളായി നമ്മുടെ കൈകളിലും എത്തി. ലോകത്ത് ഏറ്റവും അധികം പ്രശസ്തവും ഏറ്റവും കൂടുതൽ വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ് ഇന്ന് ഷവർമ. ഇന്ന് ഷവർമ പല രൂപത്തിലും പല ഭാവത്തിലും പല രുചിയിലും നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. പൊതുവെ എരി കഴിക്കാൻ താല്പര്യമുള്ള മലയാളികൾക്ക് സ്പൈസി ഷവർമ വളരെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ പല രൂപമാറ്റങ്ങൾ ഉണ്ടായപ്പോൾ തനത് ഷവർമയുടെ രുചി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഷവർമയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴത്തേക്ക് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു അറബിക് ഷവർമ കഴിക്കാൻ ആഗ്രഹമായി. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തായ അറബി പറഞ്ഞതാണ് ഈ അറബിക് റെസ്റ്റോറൻറ്റ്. ഷാർജയിൽ ബുത്തിനെയുള്ള നെസ്റ്റോയുടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ്. കയറി വന്നോണ്ട് തന്നെ കണ്ണ് തള്ളിപ്പോയി. പട്ടുകൂറ്റ ഒരു ഷവർമയുടെ മരവും തന്നെ പറയാം. തൊട്ടടുത്ത് തന്നെ മട്ടൻ ഷവർമ കിടപ്പുണ്ട്. ഇത്രയധികം ഷവർമ ഇടണമെങ്കിൽ അതിനു വേണ്ടിയുള്ള കച്ചവടം ഇവിടെ ഉണ്ട്. അത്രയും കച്ചവടം കിട്ടണമെങ്കിൽ നല്ല രുചികരമായ ഷവർമയാണ് ഇവർ വിൽക്കുന്നത്. രുചിയല്ലാത്ത ആഹാരമാണ്. ആരും വന്ന് മേടിക്കും. അപ്പോൾ പിന്നെ ഈ ഷവർമയുടെ രുചിയെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ചേട്ടൻ ഷവർമ അരിയുന്ന തന്നെ ഒരു കലയാണ്. നല്ല മുരിഞ്ഞ മാംസത്തെ ആവശ്യാനുസരണം ചെറിയ സ്ലൈസുകളായി അരിഞ്ഞിട്ട് ഒരു കലാകാരൻ്റെ വൈവിധ്യം അതിനകത്ത് കാണാറുണ്ട്. അതിനോട് പിന്നീട് സാജ് ബ്രെഡിൽ മയണൈസും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് അറബിക് സോസുകളും ഒഴിച്ച് ഉരുട്ടി ഗ്രില്ല് ചെയ്ത് അങ്ങ് തരുമോ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നാട്ടിൽ ഷവർമ ഉണ്ടാക്കുമ്പോൾ ഒരു ബഹളമാണ് ഓർമ്മയെന്ന്. ഷവർമയിൽ നിന്ന് മാംസത്തെ അരിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് ക്യാബേജ് ഇട്ടൊരു പടുകൂറ്റും കത്താലെടുത്തോണ്ട് വന്നിട്ട് ക്യാബേജിനെയും മാംസത്തിനെയും ഒരുമിപ്പിക്കുന്ന ഒരു ബഹളം മറക്കാനാവാത്തൊരു ബഹളം തന്നെയാണതല്ലേ. ഞങ്ങൾ 2 മട്ടൺ ഷവർമയാണ് ഓർഡർ ചെയ്തത്. നല്ല മുരിഞ്ഞ മട്ടനെ ചെറിയ സ്ലൈസിലായിട്ട് അരിഞ്ഞിറക്കിയതിന് ശേഷം സാജ് ബെഡിൻ്റെ മുകളിൽ പാഴ്സലിയും ടൊമാറ്റോയും നിരത്തി അതിന് മുകളിൽ അരിഞ്ഞ മട്ടൻ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് തഹിന പേസ്റ്റ് ഒഴിച്ച് നല്ല സൂക്ഷ്മതയോടെ ഉരുട്ടി ഗ്രില്ല് ചെയ്ത് തരുന്നതാണ് മട്ടൺ ഷവർമ. 7 ദറംസാണ് ഒരു മട്ടൺ ഷവർമയ്ക്ക് ഇവർ ഈടാക്കുന്നത്. ആദ്യമായിട്ടൊരു ട്രഡീഷണൽ ഷവർമ ട്രൈ ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഷാമു. ചൂടുള്ള ഷവർമയിൽ നിന്ന് ബട്ടർ പേപ്പർ മാറ്റിയിട്ട് ആദ്യത്തെ ഒരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. മറ്റു ഷവർമകളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തനാണ്. മറ്റ് ഷവർമകളിൽ അതിലുപയോഗിച്ചിരിക്കുന്ന മാരിനേഷൻ അല്ലെങ്കിൽ അതിലുപയോഗിച്ച സോസിൻ്റെ രുചി മുന്നിട്ട് നിൽക്കുമ്പോൾ ഇതിലുപയോഗിച്ചിരിക്കുന്ന മാംസത്തിൻ്റെ രുചിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതേപോലുള്ള ട്രഡീഷണൽ ഷവർമ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഞാൻ ഈ കാണിച്ച റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഷവർമ മേടിച്ച് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തുടർന്നും മനോഹരമായൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ. ടൺ 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 ടൺ.